ഒന്നാമതായി കഞ്ചാവ്, കന്നാബിസ് നമ്മുടെ എൻഡോകനാബിനോയിഡ് സിസ്റ്റത്തിനെ താറുമാറാക്കും എന്നുള്ളതാണ്. ആക്ച്വലി നമ്മുടെ തലച്ചോറിനകത്ത് തന്നെ നാച്ചുറലായിട്ട് കഞ്ചാവ് പോലത്തെ കെമിക്കൽസ് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണ് എൻഡോകനാബിനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ എൻഡോകനാബിനോയിഡ്സ് അതിൻ്റെ സ്വിച്ചായ CB1 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഉറക്കം, മൂഡ്, മെമ്മറി, വിശപ്പ്, സ്ട്രെസ്സ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനെ നാച്ചുറലായി റിലാക്സ്, കാം, ഫോക്കസ്ഡ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ട് നിർത്തുന്നത്. എന്നാൽ കഞ്ചാവ്, കന്നാബിസ് ഈ നാച്ചുറലായിട്ട് ബോഡിയിലുള്ള എൻഡോകനാബിനോയിഡ്സിനെ അപേക്ഷിച്ചിട്ട് വളരെയേറെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണ്. അത് CB1 റിസപ്റ്റേഴ്സ് വളരെ സ്ട്രോങ് ആൻഡ് പവർഫുള്ളായി ബൈൻഡ് ചെയ്ത് അതിനെ അബ്നോർമലായി സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനെ ഓവർലോഡ് ആക്കും. അത് കാരണം ബ്രെയിൻ സ്വയം ഉണ്ടാക്കുന്ന എൻഡോകനാബിനോയിഡ്സിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കും, ഷട്ട് ഡൗൺ ചെയ്യും. അതുകൊണ്ട് പുറത്തുനിന്ന് കഞ്ചാവ് കിട്ടിയിൽ ഉറക്കം ഡിസോർഡർ ആകും, മൂഡി ആൻഡ് ആങ്ഷ്യസ് ആകും, ഓർമ്മക്കുറവുണ്ടാവും, മെന്റലി ഫോഗി ആൻഡ് സ്ട്രെസ്ഡ് ഒക്കെ ആവും. അങ്ങനെ കഞ്ചാവ് നമ്മുടെ ബ്രെയിനിൻ്റെ നാച്ചുറൽ പ്രവർത്തനത്തിനെ ഹൈജാക്ക് ചെയ്യും. കഞ്ചാവ് തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ വീഡിയോ കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.